ഉൾഗ്രാമത്തിലെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചന്തയാണ് ഈ കാണുന്നത്. ടാർപ്പായൊക്കെ ഇങ്ങനെ മേലെ പാറിക്കളിച്ച് കുറേ ആളുകൾ അടിയിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ കൗതുകത്തോട് കൂടിയിട്ടും ഒരു നെസ്റ്റോളജിയോട് കൂടിയിട്ടുമാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത്. പഴമയിൽ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ചന്തകളൊക്കെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ന്യൂജൻ അപ്ഡേറ്റ് ആയിട്ട് പല ചന്തകളും വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടൂല എന്നുള്ളതാണ് ഈ ഒരു ചന്തയുടെ പ്രത്യേകത. വളരെ ലളിതമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ചന്ത ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഇവിടുന്ന് ചന്തയുടെ തുടക്കമാണ്. രാവിലെ തുടങ്ങിയിട്ടുണ്ട്, ഇന്ന് വൈകിട്ടായിരിക്കാം ഇതിൻ്റെ ഒരു ആരവം എന്നുള്ളൊരു അഭിപ്രായത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ചന്തയിലേക്ക് ഇങ്ങനെ കടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കേ കയറുമ്പോൾ നമുക്കൊരു മടിയാണ്, കാരണം എല്ലാവരും ഈ കച്ചവടത്തിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ക്ഷണിക്കും വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് മടി, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ തോന്നുന്നില്ല. എല്ലാവരും നമ്മൾ ഈ ഗേറ്റിൻ്റെ ഇവിടെ നിന്ന് കടക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫീലിങ്സ് സംഭവം ഒരു കച്ചവടത്തിന് ഇരിക്കുകയല്ലേ. ഇവിടെ വേറെ സംഭവങ്ങളൊന്നും ഇല്ല ഈ ചുറ്റുവട്ടത്ത്. ഈ ഒരു പറമ്പ് ഇതിനായിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ ദാർപ്പായി കൊടുന്ന് കെട്ടണേ അതിൻ്റെ അടിയിൽ വീഴ്ചക്കാണ്ട് കച്ചവടം ചെയ്യണം. ആ ഒരു രീതിയാണ്. ഖബർസ്ഥാൻ ഉണ്ടാക്കി ഇട്ടിക്കണം ഇവിടെ കുറേ. അതിൻ്റെ മേലെ വെച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കണം. ഓൻ്റെ ഒരു യോഗ ശ്മശാനം. അങ്ങനെ ഇവിടുന്ന് നോക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെയായിട്ട് വലിയൊരു അമ്പലം കാണാൻ സാധിക്കുന്നുണ്ട്. ഹനുമാന്റെ രൂപം കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേതാ സ്ഥലം എന്ന് പറഞ്ഞേ? ബെല്ലൂര് എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് ആന്ധ്രാപ്രദേശിലുള്ള ബോർഡായിട്ട് വരും. നമ്മൾ ലേപ്പാക്ഷിയിൽ നിന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞ് എവിടേക്കാ പോണേ? മടനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇതൊരു ഷാർട്ടപ്പാണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു പറമ്പിൽ ഇങ്ങനെയുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ. അത് നല്ല രസമുണ്ട് ആ അമ്പലം അല്ലേ അവിടെയൊക്കെ.